സമയം ചെലവ് ചെയ്യല്ലേ. ദുനിയാവിന് വേണ്ടി സമയം നിങ്ങൾ മാറ്റിവെക്കരുതേ. ഏത് സമയത്തും ദുനിയാവ് നഷ്ടപ്പെട്ടു പോകാം, ഏത് സമയത്തും ഈ സൂര്യൻ അസ്തമിച്ചു പോകാം, ഏത് സമയത്തും ആകാശത്തിന്റെ താരകങ്ങൾ ഉതിർന്നു വീഴാം. ഈ ഭൂമിയെ വലയം ചെയ്തിരിക്കുന്ന ഈ ആർത്തട്ടഹസിക്കുന്ന സമുദ്രങ്ങൾ അല്ലാഹു കത്തിച്ചു കളയാം. ആ സമുദ്രങ്ങളിൽ നിന്ന് തീജ്വാല ഉണ്ടാകും. ഇതെല്ലാം അല്ലാഹു നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം നീ യാത്രയാകേണ്ടവനാണ് സഹോദരാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അനാ വസ്സാഅതു കഹാതൈൻ. രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാനും ഈ ഭൗതികമായ ലോകത്തു നിന്നുമുള്ള യാത്ര എന്ന് പറയുന്നത്, അന്ത്യനാളും എന്ന് പറയുന്നത് ഈ രണ്ട് വിരലുകളെ പോലെയാണ്. ഏത് സമയത്തും അത് സംഭവിക്കാം. ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നത് ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണ്. ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട പറയുന്നതും ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ, എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ഈ ദുനിയാവിനെ തിരഞ്ഞെടുക്കരുതേ, ദുനിയാവിനെ തിരഞ്ഞെടുക്കരുതേ. ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ വറതഹലത്തിൽ ആഖിറത്തു മുഖ്ബിലാ. ഇന്ന ദുനിയാ ഇർതഹലത്ത്. ഈ ദുനിയാവ് നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ സമയം കഴിയുന്തോറും ആ സമയം നമുക്ക് മടങ്ങി വരുന്നതല്ല, അതെല്ലാം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമെങ്കിൽ ഇർതഹലത്തി ദുനിയാ മുഖ്ബിലാ ഇർതഹലത്തിൽ ആഖിറത്തു മുഖ്ബിലാ. നമ്മൾ ആഖിറം കണ്ടുകൊണ്ടാണ്, പരലോകം കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ്, ദുനിയാവിന്റെ മക്കളായി നിങ്ങൾ അതപ്പതച്ചു പോകരുതേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. ആഖിറത്തിന്റെ മക്കളാകണേ, ദുനിയാവിന്റെ മക്കളാകരുതേ. കുറെ പണം ഉണ്ടാക്കി, കുറെ സമ്പത്തുണ്ടാക്കി അടിച്ചു പൊളിച്ച് ദുനിയാവിൽ ജീവിക്കുന്നു, അടിച്ചു പൊളിച്ച് ദുനിയാവിൽ ജീവിക്കുന്നു. മരിക്കൂന്നൊരു ചിന്തയേ ഇല്ല. വയസ്സ് 50-ആയി 60-ആയി 70-ആയി ഇനിയും അടുത്തുണ്ടാക്കണം, കാശ് ഉണ്ടാക്കണം, പണം പണം പണം. ഇതന്നെ നമ്മുടെ ചിന്ത, നമ്മുടെ എല്ലാ ചിന്ത. ഒരിക്കലും നമ്മുടെ മനസ്സിൽ അത് മാറൂല. നമുക്കെന്ത് ഉറപ്പുണ്ട്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അമാറു ഉമ്മത്തി മിന 60 ഇലാ 70. എന്റെ ഉമ്മത്തികളുടെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ലോകത്തിന്റെ മുത്തായ ഹബീബായ തങ്ങൾ 70 വയസ്സ് വരെ ജീവിച്ചിരുന്നതേ ഇല്ല. 63 വയസ്സ് വരെ അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ജീവിച്ചു. ഈ ലോകത്ത് നിന്ന് നമ്മെ വിട പറഞ്ഞു പോയെങ്കിൽ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിലെ എന്റെ സമുദായത്തിന്റെ ആയസ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. 70 വയസ്സുള്ള മനുഷ്യന്മാർ പോലും അടുത്ത ദുനിയാവിന്റെ പിന്നാലോടാണ്. 70 വയസ്സായിട്ട് ദുനിയാവ്. ഇനി അടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സ്, അടുത്ത കമ്പനി, അടുത്ത പണം, അടുത്ത ഇടപാട്. മരിക്കുന്നൊരു ചിന്തയില്ല, മരിക്കുന്നൊരു ചിന്തയില്ല. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്, യാ മുഹമ്മദ്, ഏ മുഹമ്മദേ, ഇസ്മാ ശഅതാ ഫഇന്നക മയ്യിതുൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മുഹമ്മദേ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഫഇന്നക മയ്യിതുൻ, നീ മരിക്കും മുഹമ്മദേ. ഈ ലോകത്ത് നിന്ന് വിട പറയും മുഹമ്മദേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് നിന്ന് വിട പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഇഷ്ടാനുസരിച്ച് ജീവിച്ചോ. പറഞ്ഞ വാക്കാണ്, ആരെ നിർബന്ധിക്കുന്നില്ലല്ലോ. നബി തങ്ങളെ ഇഷ്ടാനുസരിച്ച് ജീവിച്ചോളാം. ഇത് നമ്മളോടുള്ള ഉപദേശമാണ്, നമ്മളോടുള്ള ഉപദേശ നിർദ്ദേശമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. ഭൗതികമായ ലോകത്തെക്കുറിച്ച്, ആഖിറത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത്, മുഹമ്മദേ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം മുഹമ്മദേ. ഒരു ദിവസം നീ മരണപ്പെടും മുഹമ്മദേ. ആ വാക്ക് നമ്മളോടല്ലേ? ആ വാക്ക് നമ്മളോടല്ലേ? നബി തങ്ങൾ പോയില്ലേ?
നിങ്ങൾ പോയില്ലേ? തീർച്ചയായിട്ടും നമ്മളോടല്ലേ. രണ്ടാമത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ മുഹമ്മദ്, മുഹമ്മദേ, അഹ്ബിബ മാ ശിഅത ഫഇന്നക മുഫാരിഖുഹു. മുഹമ്മദേ, നിനക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാം, ഇഷ്ടമുള്ളവരെ പിരിശം വയ്ക്കാം, ഇഷ്ടമുള്ളവരുമായി പ്രേമത്തിലാകാം, ഇഷ്ടമുള്ളവരെ പ്രണയിക്കാം, ഇഷ്ടമുള്ളവരുമായി സല്ലാപത്തിലാകാം. ഫഇന്നക മുഫാരിഖുഹു. ഒരു ദിവസം നീ ഇഷ്ടപ്പെട്ട നിന്റെ ഇഷ്ടഭാജനത്തെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും മുഹമ്മദേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എല്ലാരും വിട്ടുപിരിഞ്ഞു പോകൂലേ? നമ്മൾ എത്ര സ്നേഹിച്ച വാപ്പാകട്ടെ, ഉമ്മാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, നമ്മൾ നിലവിളിച്ചത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ റൂഹ് തിരിച്ചെടുക്കുവോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പോവുക തന്നെ ചെയ്യും, മരണപ്പെടുക തന്നെ ചെയ്യും, ഈ ലോകത്തിന് വിട പറയുക തന്നെ ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലല്ലേ ബഹുമാനപ്പെട്ട റിയാസ് മൗലവി നവറല്ലാഹു മർഖദഹു ഷഹീദ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അന്ന് രാത്രി തന്റെ ഭാര്യയെ വിളിച്ചിട്ടായിരിക്കാം കിടന്നുറങ്ങിയത്. അന്ന് രാത്രി തന്റെ പൊന്നുമോള്, 2 വയസ്സുള്ള പൊന്നുമോള് ഷബീബ, ഫാത്തിമ ഷബീബ എന്ന പൊന്നുമോളെ കുറിച്ച് ഫോണിലൂടെ ചർച്ച ചെയ്യുകയും ആ ഫോണിലൂടെ ഒരു ചുടുചുംബനം നൽകുകയും ചെയ്തിട്ടായിരിക്കാം നമ്മുടെ സഹോദരനായ റിയാസ് മൗലവി ഉറങ്ങുന്നത്. അല്ലാഹുവേ, നിന്നെ കുറിച്ച് സ്മരിച്ചുകൊണ്ടാണ് കിടന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്നുള്ള നീയത്തോടെ, സുബഹിക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തോടെ അലാറവും വെച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങുന്ന മനുഷ്യ, അവന്റെ ഉറക്കം എന്നേക്കുമായുള്ള സ്വർഗലോകത്തിന്റെ ഉറക്കമാണെന്ന് ആ റിയാസ് സാഹിബ് ആഗ്രഹിച്ചുകൊണ്ടാണോ കിടന്നുറങ്ങിയത്? അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ കരുതിയിരുന്നോ സഹോദരാ? ചിന്തിക്കണേ, മനസ്സിലാക്കണേ സഹോദര. ആരാണ് ധരിച്ചു പോയത്? ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വളരെ വേഗത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് മടങ്ങുമെന്ന് ആരെങ്കിലും ധരിച്ചിരുന്നോ? ഇല്ല, ഇല്ല. അള്ളാഹുവിന്റെ തീരുമാനം എത്തിയിരിക്കുകയാണ്. അതാരാകട്ടെ, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, കുഞ്ഞുമക്കൾ ഉണ്ടാകട്ടെ, എത്ര ഭാര്യയുണ്ടാകട്ടെ, സഹോദരങ്ങൾ ഉണ്ടാകട്ടെ, മാതാപിതാക്കൾ ഉണ്ടാകട്ടെ, അള്ളാഹുവിന്റെ വിധി വന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ റിയാസ് പോയത് സ്വർഗത്തിലല്ലയോ? എന്തിനു ഭയപ്പെടണം എന്റെ പൊന്നു പെങ്ങളെ, ദുഃഖിക്കണോ? ഈ പാവപ്പെട്ട വിനീതൻ ആ സഹോദരന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ഈ നാട്ടിലെ പ്രഭാഷണത്തിന് വന്നപ്പോ ആ വീട്ടിലേക്ക് പോവുകയുണ്ടായി. എത്രയോ കുപ്രചാരങ്ങളായിരുന്നു ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ആ മനുഷ്യൻ ആ സഹോദരിയുടെ മുപ്പയെ പോയി കാണുകയും ആ സഹോദരിയെ കുറിച്ച് അറിയുകയും അവിടെ ഒരു ചെറിയ നസീഹത്ത് നടത്തി ആ സഹോദരിക്ക് ഒരു സമാധാനം കൊടുക്കുകയും ഈ വിനീതനെ കൊണ്ട് കഴിയുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. ഈ വിനീതൻ ആ സഹോദരനോട്, ആ പിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ മകളുടെ പേരെന്ത്? സഈദ. ഫേസ്ബുക്കിലൊക്കെ ആവശ്യമില്ലാത്ത ഫേസ്ബുക്കിൽ, വാട്സപ്പിലൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹക്കും ബാത്തിലും ഒന്നും അറിയാതെ അങ്ങോട്ട് പാരസ്യപ്പെടുത്തൽ തന്നെ. ഒരു 2 കുഞ്ഞുങ്ങൾ എടുത്തു വെച്ചിട്ട് 2 കുട്ടികളുണ്ട്, 3ാമത് ഗർഭിണിയാണ്, പേര് ഷഹീദ, അവൾ തന്നെ ഷഹീദാവാൻ നിയത്ത് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹം ഷഹീദ. എന്താ? ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകളുടെ പേരെന്ത്? സഈദ. ഷഹീദ അല്ല. ഭാഗ്യമുള്ളവള്, ഭാഗ്യമുള്ളവളടുത്ത് സഈദ. എത്ര വലിയ ഭാഗ്യമുള്ള ഷഹീദ എന്ന് പറയും. എത്ര മക്കളുണ്ട്? ഒരു കുട്ടിയുള്ളൂ, 2 വയസ്സായ കുഞ്ഞ്, 2 വയസ്സായ കുഞ്ഞ് ഷബീബ, ഫാത്തിമ ഷബീബ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ അവിടെ ഇരുന്ന ഒരു 13 മിനിറ്റ് ആ സഹോദരി തൊട്ടടുത്ത മുറിയിൽ ഇരിക്കുന്നു. ഒരു ഉപ്പയുണ്ട്, ബാക്കിയുള്ള കുടുംബക്കാരുണ്ട്. ഞാനൊരു 10, 12, 13 മിനിറ്റ് ആ സഹോദരിക്ക് വേണ്ടി ഒരു നസീഹത്ത് ചെയ്തു. കാരണം എന്താണ്? ശുഹദാക്കളുടെ മഹത്വം എന്താണ്? ഷഹീദിന്റെ മഹത്വം എന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ബാങ്ക് വിളിക്കുന്ന വ്യക്തിയാണ് ഷഹീദ്. ബാങ്ക് വിളിക്കണം. ഇമാമിനെക്കാളും കൂടുതൽ പദവി ആർക്കാ? മുഅദ്ദിനാണ്. നമ്മളൊക്കെ നാട്ടില് മൊല്ലാക്ക, മുഅദ്ദിനൊക്കെ നമ്മൾ കാണുന്ന മുക്രിച്ച. നമ്മുടെ മുക്രിച്ചയുടെ ശമ്പളം 5500. ഹത്തീബിച്ചാന്റെ ശമ്പളം 15500. മുക്രിച്ചക്ക് എന്താ വിലയുള്ളത്? എന്ന് അള്ളാന്റെ അടുക്കൽ ആർക്കാ ഏറ്റവും വലിയ വിലയുള്ളത്? മുക്രിച്ചക്കല്ലേ? ബാങ്ക് വിളിക്കല്ലേ? 5 നേരം അള്ളാഹുലേക്ക് വിളിക്കല്ലേ? ഹയ്യ അലസ് സ്വലാ. നമസ്കാരത്തിലേക്കോ. അപ്പൊ ഹത്തീബ് അടക്കം നമ്മളടക്കം നല്ല ഉറക്കത്തിലായിരിക്കും. ഹയ്യ അലൽ ഫലാ.
രാത്രി ഉറങ്ങുന്ന മനുഷ്യനെ തട്ടി ഉണർത്തുന്നു ആര്? നമ്മുടെ ഭാര്യ, ഭർത്താവാ, നമ്മുടെ ഉപ്പയാ, നമ്മുടെ ഉമ്മയാ? നമ്മളൊക്കെ നല്ല നിദ്രയിൽ ആണ്ട് പൂണ്ട് കിടക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കിനേക്കാൾ ശ്രേഷ്ഠ നമസ്കാരമാണ്. ഉറക്കിനേക്കാൾ ശ്രേഷ്ഠ നമസ്കാരമാണ് സ്വലാത്തു ഖൈറും മിനൻ നൗം. നമസ്കാരത്തിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിളിക്കുന്ന ഒരു മനുഷ്യൻ നാളെ അവരുടെ കഴുത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദ് റിയാസിന്റെ തലനാളെ ഉയർന്നു നിൽക്കും, മഹ്ശറ വൻസഭയിൽ ഉയർന്നു നിൽക്കുമത്രേ. ഈ പള്ളികളായ പള്ളികൾ മുഴുവനും ആരാണോ ബാങ്ക് കൊടുക്കുന്നത്, ഏ മുഅദ്ദിൻമാരേ, നിങ്ങൾക്ക് സന്തോഷ വർത്തമാനമാണ്, സന്തോഷ വർത്തമാനമാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ജനങ്ങൾ വിയർപ്പിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിങ്ങളുടെ തലയാണ് ഉയർന്നു നിൽക്കുക. കാരണം ദിനംതോറും 5 പ്രാവശ്യം അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ദാഇകളാണ് നിങ്ങൾ. അള്ളാഹുലേക്ക് വിളിക്കുന്ന ദാഇകളല്ലേ? പള്ളിയിൽ കിടന്ന് മരിക്കുന്നു, ഇശാ നമസ്കാരം പൂർത്തിയാക്കി, അന്നത്തെ അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കി, ഒരു ഖളായുമില്ല, മരിക്കുന്നു. സുബഹി നമ്മുടെ മേൽ നിർബന്ധമില്ല, നാളെ ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രമേ നിർബന്ധമുള്ളൂ. ഇശാ നമസ്കാരം കഴിഞ്ഞു, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തം നിറവേറ്റി പൂർത്തിയാക്കി ഉറങ്ങി. കയ്യില് തസ്ബീഹ് മാല, ദിക്റിന്റെ പെട്ടി, അള്ളാഹുവിന്റെ ഭവനത്തിൽ കിടന്നുറങ്ങുമ്പോ ഓർക്കണ എന്റെ പൊന്നു സഹോദര, ശുഹദാക്കൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം എന്താണ്? വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബഹുമാനപ്പെട്ട റിയാസിന്റെ വിധവയായ സഈദ എന്ന് പറയുന്ന പൊന്നു സഹോദരി, എന്റെ പൊന്നു പെങ്ങളെ, അതേപോലെ ഷഹീദ് ഫൈസലിന്റെ വിധവയായ പൊന്നു സഹോദരിയെ, ആയിരക്കണക്കായ നൂറുകണക്കായ മക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഷഹീദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഷഹീദാക്കപ്പെട്ടവരുടെ മാതാക്കളും പിതാക്കളും പെങ്ങന്മാരും മനസ്സിലാക്കട്ടെ, അവരെ കുറിച്ച് നിങ്ങൾ മരിച്ചുപോയെന്ന് നിങ്ങൾ ധരിക്കരുതേ. ഇല്ല ഇല്ല, അവർ മരണപ്പെട്ടിട്ടേ ഇല്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഈ ഭൂലോകത്ത് എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ വിളമ്പി വെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നമ്മൾ കഴിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, അള്ളാഹുവിന്റെ കോടതിയിൽ ബർസഖിയായ ജീവിതത്തിൽ ആ സ്വർഗീയ ആരാമത്തിൽ അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നന്മസല്ലാപത്തിലാണ്. അവർ മരിച്ചു, അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയരുതേ, നിങ്ങൾ പറയരുതേ. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്ന അർവാഹ ശുഹദാഇ ഫീ ഹവാസിൽ തൈരിൻ ഖളിരിൻ ഫീ ഹവാസിൽ തൈരിൻ ഖളിരിൻ തസ്റഹു ഫിൽ ജന്നതി ഹൈതു ഷാഅത് ثم تأوي إلى قناديل معلقة تحت العرش فاطلع عليهم ربك فيقول ماذا تبغون. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ച ശുഹദാക്കളെ, ശുഹദാക്കളെ, അള്ളാഹുവിന് വേണ്ടി രക്തം ചിന്തപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ നാഡീ ഞരമ്പുകൾക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയാണ് ഈ ഭൂലോകത്ത് വീണതെങ്കിൽ ഓർക്കണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവരുടെ ആത്മാക്കൾ ഒരു പച്ച പക്ഷിയെ പോലെ, ഒരു പച്ച തത്തയെ പോലെ, പച്ച പക്ഷികളെ പോലെ നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ അതിന്റെ പരവതാനയിൽ വിരാജിക്കുകയാണ്, അതിന്റെ പരവതാനയിൽ സന്തോഷിക്കുകയാണ്.